ഇദ്ദേഹത്തിൻ്റെ വേറൊരു മുഖം അറിഞ്ഞൂടാ. ദേഷ്യം വന്നാൽ നന്നായിട്ട് ഫയർ ചെയ്യുന്ന ആളാണ്. ദേഷ്യം വരും. അയാളെ ഇട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയെക്കുറിച്ച്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ അദ്ദേഹത്തിൻ്റെ വിനയം എന്ന് പറയുന്നത്. എൻ്റെ മകളുടെ കല്യാണമാണ് ആദ്യം നടന്നത്, അതിന് വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്ത ആളാണ്, സാമാന്യ ബുദ്ധിയുള്ള ആളാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ രാജസേനൻ ജയറാമിനെ പറ്റിയിട്ടുള്ള ആ സത്യങ്ങളൊക്കെ വെളിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ജയറാമും രാജസേനനും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല അടിപൊളി സിനിമകളൊക്കെ സമ്മാനിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ രാജസേനൻ ഇല്ലെങ്കിൽ ജയറാം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ജയറാമിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അങ്ങനെ ജയറാമിനെ പറ്റിയിട്ട് കുറേ നഗ്ന സത്യങ്ങളൊക്കെ രാജസേനൻ ഇപ്പം ഒരു ഇൻ്റർവ്യൂവിലൂടെ പുറത്തു വിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ജയറാം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ജയറാമിൻ്റെ പഴയ പടങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നു. ജയറാമിൻ്റെ പഴയ പടങ്ങളൊക്കെ തപ്പിപ്പിടിച്ചിരുന്ന് കണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ പോകെ ഇപ്പം ജയറാമിൻ്റെ ഇപ്പോൾ ഉള്ളൊരു ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും സെൽഫിഷാണ്. ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. എക്സ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ പുള്ളിയോട് ദേഷ്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനിവാസൻ്റെ മരണം ഉണ്ടല്ലോ. എല്ലാ ആളുകളും കാണാൻ വന്നു, പക്ഷേ ഈ ജയറാം കാണാൻ വന്നില്ല. പുള്ളിക്ക് എന്തൊക്കെ ഷൂട്ടിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും വന്ന് കാണാമായിരുന്നു. പുള്ളി ആ സമയത്ത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ എവിടെ കണ്ട ഷൂട്ടാണെന്ന് തോന്നുന്നു. എങ്ങനെ പോയാലും ഓടി എത്താനേ ഉള്ളൂ. ജയറാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ ഇല്ലെങ്കിൽ, നമുക്കറിയാം ശ്രീനിവാസൻ ഇല്ലെങ്കിൽ ജയറാമിൻ്റെ സന്ദേശം എന്നൊരു സന്ദേശത്തിലെ കഥാപാത്രം ഇല്ല അല്ലേ. ജയറാമിനെ എനിക്ക് തോന്നുന്നു ജയറാം ആക്കിയത് തന്നെ ആ ഒരു സിനിമയൊക്കെയാണ്. അതുപോലെ ഒരുപാട് സിനിമകളുണ്ട്, അതുപോലെ ഈ രാജസേനൻ്റെ ഒക്കെ സിനിമകളുണ്ട്. അപ്പം പിന്നെയുള്ള ജയറാമിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യം മാത്രം, പുള്ളിയുടെ പരിപാടി, പുള്ളിയുടെ കാര്യങ്ങളിൽ മാത്രം പുള്ളി പങ്കെടുക്കുന്നതായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. വേറെ ആരെയും ഇതുപോലുള്ള മരണ വീട്ടിലോ എന്ന് വെച്ചാൽ സിനിമയിൽ നിൽക്കുന്ന ആളുകൾ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഒന്നും കാണാൻ പോലും ജയറാം കൂട്ടാക്കാറില്ല. അങ്ങനെ അവസാനം ശ്രീനിവാസനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്ന സമയത്ത് ശ്രീനിവാസനെ കാണാൻ ജയറാം വന്നില്ല. ആ സമയത്ത് ജയറാമിനെ എല്ലാവരും ട്രോളി ഏറിൽ കയറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് തീർക്കാനാണെന്ന് തോന്നുന്നു സലീം കുമാർ മരിച്ചപ്പോഴത്തേക്ക് സലീം കുമാറിനെ കാണാൻ വന്നു. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ ജയറാം വരുന്നത്. ഒരു സിനിമയിൽ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാൾ മരണപ്പെട്ടിട്ട് ആദ്യമായിട്ടായിരിക്കും ജയറാം സലീം കുമാറിനെ കാണാൻ വന്നത്. അത് മുമ്പ് ഇങ്ങനെ ഒരുപാട് ഈ ആരോപണങ്ങളും ഇതൊക്കെ ജനങ്ങൾ എടുത്ത് കൊടുത്ത് അലക്കി വെച്ചുകൊണ്ടാണ് കാണാൻ വന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ജയറാമിനെ പറ്റിയിട്ട് രാജസേനൻ പറയുന്നത് നമുക്കൊന്ന് കണ്ടുപോകാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമിൻ്റെയൊക്കെ ഒരു ജയറാം ആക്കിയത് രാജസേനൻ തന്നെയാണ്. പിന്നെ അവസാനം പുള്ളിയും കൈ കഴിഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും അതൊന്ന് കേട്ട് നോക്കേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് ഒരു 4-5 സെൻറ്റൻസ് ചിലപ്പോൾ ഫോണിൽ കൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ജയറാം ആ സ്ക്രിപ്റ്റ് കാണുന്നത് ലൊക്കേഷനിലാണ്. അങ്ങനെയായിരുന്നു. ഇത് മധുചന്ദ്രലേഖയും കഴിഞ്ഞ് കനകസിംഹാസനവും കഴിഞ്ഞിട്ട് അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു സിനിമയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞത് ആരംഭിച്ചു. അദ്ദേഹം കാസ്റ്റിങ് അത് ഫോണിൽ കൂടെയാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ അല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ല ഇനി അങ്ങനെയൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. പറഞ്ഞ് എങ്കിൽ പിന്നെ ഞാനില്ല, നമുക്ക് പിന്നെ കാണാം, പിന്നെ എപ്പോഴെങ്കിലും കാണാം, നമ്മളിനി ഒരുമിച്ചുണ്ടല്ലോ. അത് വഴക്കായിട്ടല്ല, ഇതുപോലെ സ്നേഹത്തിൽ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതിനെ പിന്നെ കൂടെ നിന്നവർ പലരും ഒന്ന് തെറ്റിയെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അറിയാമല്ലോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ശകലകന്നു എന്ന് കണ്ടാൽ പിന്നെ അതിനെ വലിച്ച് മാറ്റിക്കൊണ്ട് പോകാൻ ആളുണ്ടാവും. അങ്ങനെ കുറച്ച് പേര് അത് വലിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് പുള്ളി അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞു, ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് ഒരു മിസ്സിങ്ങോ തീർച്ചയായിട്ടും സങ്കടമോ ഒന്നും ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നോക്കൂ, ജയറാമിന്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ അപ്പൊ അവിടെ പ്രധാനമന്ത്രി വരുന്നുണ്ട്, വലിയ താരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ രാജസേനൻ ഉണ്ടായിരുന്നെങ്കിൽ. വിളിച്ചാലല്ലേ പോകാൻ പറ്റും. എൻ്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ആളിനെ ഞാൻ മുന്നേ വിളിക്കുമോ? ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കണ്ട. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ 2 സെൻറ്റൻസേ പറഞ്ഞോളൂ. എൻ്റെ മകളുടെ കല്യാണമാണ് ആദ്യം നടന്നത്, അതിന് വന്നില്ല.
അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്ത ആളാണ്, സാമാന്യ ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം വിളിച്ചില്ല. കാരണം വിളിച്ചാലും ചെല്ലത്തില്ല എന്ന് വിചാരിച്ചിട്ടാവാം വിളിച്ചില്ല. രണ്ടിനും വിളിച്ചില്ല. എന്താ അല്ലേ. അപ്പം രാജസേനൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകളുടെ കല്യാണത്തിന് പോലും, ജയറാമിൻ്റെ മകളുടെ കല്യാണത്തിന് പോലും ഈ പറഞ്ഞിട്ടുള്ള രാജസേനനെ വിളിച്ചിട്ടില്ല. രാജസേനൻ വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിനി എന്തൊക്കെ വൈരാഗ്യമുണ്ടെന്നെങ്കിലും ഇങ്ങനെയുള്ള ചടങ്ങുകൾ, മരണം, കല്യാണമൊക്കെ, അത് നമ്മൾ വിളിക്കണം. അത് വേറെ രീതി. പിന്നെ രാജസേനൻ വിളിച്ചില്ലെങ്കിൽ ഓക്കെ, വിളിക്കണ്ട. പക്ഷെ രാജസേനൻ വിളിച്ചു. രാജസേനൻ വിളിച്ചു കഴിഞ്ഞിട്ട് ആദ്യം രാജസേനൻ്റെ മോളുടെ കല്യാണമാണ് നടക്കുന്നത്, പിന്നെയാണ് ജയറാമിൻ്റെ മോളുടെ കല്യാണം നടക്കുന്നത്. അപ്പം രാജസേനൻ കല്യാണത്തിന് വരും, വിളിച്ചു കഴിഞ്ഞാൽ വരും എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം വരും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് വിളിച്ചില്ല. എന്തല്ലേ ഈ ജയറാമിനെ ജയറാം ആക്കിയത് ഒരു സംശയമില്ല രാജസേനൻ തന്നെയാണ്. പിന്നെ എല്ലാ കാലവും ഈ പറഞ്ഞിട്ടുള്ള ഒരാളുടെ കഥയിൽ, ഒരാളുടെ സംവിധാനത്തിൽ എല്ലാ സിനിമയും വിജയിക്കണമെന്നില്ല. പക്ഷേ അന്നത്തെ സമയത്ത്, അന്നത്തെ കാലത്ത് രാജസേനൻ എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും അടിപൊളി സിനിമകളായിരുന്നു. ജയറാമിൻ്റെ ഒരു കൂട്ടുകെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് വരെ, ഈ പറഞ്ഞിട്ടുള്ള രാജസേനൻ ഇപ്പോൾ പറഞ്ഞ പോലെ ആളുകൾക്ക് പോലും ഈ പറഞ്ഞിട്ടുള്ള അസൂയ തോന്നിപ്പോവും. അങ്ങനെ ഒരു ചെറിയൊരു പിണക്കമുണ്ടായപ്പം തന്നെ പല ആളുകളും ഇവരെ കൂട്ടുകെട്ട് പിരിക്കാൻ വേണ്ടിയിട്ട് പല പരിപാടിയും നടത്തി. അത് സക്സസ് ആയെന്നാണ് രാജസേനൻ പറയുന്നത്. ഓക്കെ, എന്നാലും ബാക്കിയും കൂടെ കേട്ടു നോക്കാം. കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് ഒരു 4-5 സെൻറ്റൻസ് ചിലപ്പോൾ ഫോണിൽ കൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ജയറാം ആ സ്ക്രിപ്റ്റ് കാണുന്നത് ലൊക്കേഷനിലാണ്. അങ്ങനെയായിരുന്നു. ഇത് മധുചന്ദ്രലേഖയും കഴിഞ്ഞ് കനകസിംഹാസനവും കഴിഞ്ഞിട്ട് അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു സിനിമയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞത് ആരംഭിച്ചു. ഏതോ അദ്ദേഹം കാസ്റ്റിങ് അത് ഫോണിൽ കൂടെയാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ അല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ല ഇനി അങ്ങനെയൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. പിന്നെ ഞാനില്ല, നമുക്ക് പിന്നെ കാണാം, പിന്നെ എപ്പോഴെങ്കിലും കാണാം, നമ്മളിനി ഒരുമിച്ചുണ്ടല്ലോ. അത് വഴക്കായിട്ടല്ല, ഇതുപോലെ സ്നേഹത്തിൽ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതിനെ പിന്നെ കൂടെ നിന്നവർ പലരും ഒന്ന് തെറ്റിയെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അറിയാമല്ലോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ശകലകന്നു എന്ന് കണ്ടാൽ പിന്നെ അതിനെ വലിച്ച് മാറ്റിക്കൊണ്ട് പോകാൻ ആളുണ്ടാവും. അങ്ങനെ കുറച്ച് പേര് വലിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് പുള്ളി അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞു, ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് ഒരു മിസ്സിങ്ങോ തീർച്ചയായിട്ടും സങ്കടമോ ഒന്നും ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നോക്കൂ, ജയറാമിന്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ അപ്പൊ അവിടെ പ്രധാനമന്ത്രി വരുന്നുണ്ട്, വലിയ താരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ രാജസേനൻ ഉണ്ടായിരുന്നെങ്കിൽ. വിളിച്ചാലല്ലേ പോകാൻ പറ്റും. എൻ്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ആളിനെ ഞാൻ പിന്നെ വിളിക്കുമോ? ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കണ്ട. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ 2 സെൻറ്റൻസേ പറഞ്ഞോളൂ. എൻ്റെ മകളുടെ കല്യാണമാണ് ആദ്യം നടന്നത്, അതിന് വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്ത ആളാണ്, സാമാന്യ ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം വിളിച്ചില്ല. കാരണം വിളിച്ചാലും ചെല്ലത്തില്ല എന്ന് വിചാരിച്ചിട്ടാവാം വിളിച്ചില്ല. അതിനോട് തന്നെ ജയറാമിൻ്റെ വിഷയത്തിനൂടെ തന്നെ ഇന്ദ്രൻസിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. എനിക്ക് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ദ്രൻസ്. കാരണം ഇപ്പോഴും പുള്ളി പച്ചയായിട്ട് തന്നെ, എനിക്ക് തോന്നുന്നു ഒരു സമയം ഇന്ദ്രൻസ് ഇല്ലാത്ത സിനിമയില്ലായിരുന്നു അല്ലേ. എന്നിട്ടും ഒരു പുള്ളി എനിക്കൊന്ന് ട്രailer-ആണെന്ന്, ഇപ്പോഴും തയ്യൽക്കട നടത്തുന്നുണ്ടെന്ന്, പുള്ളിയുടെ നാട്ടിൽ പുള്ളി തയ്യൽക്കട നടത്തുന്നുണ്ട്. അതുകൂടാതെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഒരിടയ്ക്ക് പുള്ളിക്ക് ഒരു ഗ്യാപ്പ് വന്നു, അതിനുശേഷം വീണ്ടും ഇപ്പം മലയാള സിനിമയിലേക്ക് ഇന്ദ്രൻസിൻ്റെ ഒരു ഗംഭീര തിരിച്ചു വരും. ആടിലേക്ക് നമ്മളെ ഇന്ദ്രൻസിനെയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം ഇന്ദ്രൻസിൻ്റെ ഒരു ഇതും കൂടെ പറയുന്നുണ്ട്. കാരണം മലയാള സിനിമയിലെ ഏറ്റവും നല്ലൊരു വ്യക്തി, ഒരു അഹങ്കാരം, ഒരു ജാടയും, ഒന്നിനോടും ആർപ്പാടവും ഇല്ലാത്തൊരു വ്യക്തി, പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ ഇന്ദ്രൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാനിനി ബാക്കിയും കൂടെ വെച്ച് തരാം. അതിനുശേഷം ജയറാം സലീം കുമാറിനെ കാണാൻ വന്നൊരു രംഗം, അത് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം രാജസേനൻ പറയുന്നുണ്ടല്ലോ, ജയറാമിൻ്റെ ഫേസിന് ചില സമയത്ത് അത് ജനങ്ങളെ കുറച്ചുകൂടെ ഒന്ന് അടുപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് അഭിനയമൊക്കെ ജയറാമിന് ഭയങ്കര രീതിയിൽ സാധിക്കും. അത് ആ ഫേസിൻ്റെ ഒരു ഇതാണെന്നാണ് രാജസേനൻ പറയുന്നത്. കാരണം ജയറാം 2 കൈ എടുത്തുകൊണ്ട് ഒരു കുമ്പിട്ടിങ്ങനെ നിന്നാൽ തന്നെ അങ്ങ് ഒലിഞ്ഞു തീരുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്, നമ്മളെ മനസ്സലിയുന്ന പോലത്തുള്ള അതൊരു കഴിവ് തന്നെയാണ്, അത് പ്രത്യേകം. ഓക്കെ, എന്തായാലും ഞാനിവിടെ ഒരു ഭാഗവും കൂടെ ഇന്ദ്രൻസിനെ പറ്റിയിട്ട് പറയുന്ന ആ ഒരു ഭാഗവും കൂടെ വെച്ച് തരാം. രാജസേനൻ നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പുള്ളി ഇന്ന് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല ജയറാമുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഇപ്പോൾ അതിനൊരു സിറ്റുവേഷൻ ഉണ്ടായി കാണും, അതുകൊണ്ടായിരിക്കും പുള്ളി സംസാരിച്ചത്.
നമ്മൾ കാര്യം ഞാൻ ശ്രദ്ധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിനയം കാപട്യമാണെന്ന് എഴുതിയപ്പോൾ അതിന് മറുപടി കൊടുത്ത് ഞാനായിരുന്നു. കാരണം ഞങ്ങളത് നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. ഇന്ദ്രൻസിനെ പറ്റിയിട്ടാണ് എത്ര വർഷം കടിഞ്ഞൂൽ കല്യാണം മുതൽ എനിക്ക് പുള്ളിയെ പരിചയമുണ്ട്. ആ കടിഞ്ഞൂൽ കല്യാണത്തിന് കോസ്റ്റ്യൂം ബോക്സിൻ്റെ പുറത്ത് ഊണും കഴിച്ചിട്ട് വന്നൊരു ഡാ പോലെ ആ പെട്ടിയുടെ പുറത്ത് കിടന്നുറങ്ങുന്ന ഇന്ദ്രൻ ഇന്നും അത് തന്നെയാണ്. അങ്ങനെയൊക്കെ നാഷണൽ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡുകൾ വാരിക്കൂട്ടി. പക്ഷേ അയാളുടെ വിനയം, എന്നാൽ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വിനയത്തെ കളിയാക്കുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ വേറൊരു മുഖം അറിഞ്ഞൂടാ. ദേഷ്യം വന്നാൽ നന്നായിട്ട് ഫയർ ചെയ്യുന്ന ആളാണ്. ദേഷ്യം വരും. അയാളെ ഇട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയെക്കുറിച്ച്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ അദ്ദേഹത്തിൻ്റെ വിനയം എന്ന് പറയുന്നത് സത്യസന്ധമായ വിനയം തന്നെയാണ്. എന്ന് കരുതി ഒരാളങ്ങോട്ട് തോളിക്കരുതെന്ന് ചൊറിഞ്ഞ് കളഞ്ഞാൽ അത് നല്ല വിനയമുള്ള ആളല്ലേ. എന്നാലും ഇന്ദ്രൻസിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇന്ദ്രൻസിന് ഇഷ്ടമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഇന്ദ്രൻസ്. ഒരു ജാടയും ഒരു അഹങ്കാരവും ഇല്ല, പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ഒന്ന് രണ്ട് കമൻസുകൾ വായിക്കാം. കമൻസുകൾ വായിച്ചിട്ട് ഈ ഇൻ്റർവ്യൂസിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നായിരുന്നു. അതിൽ ഒന്ന് രണ്ട് കമൻസുകൾ ഞാൻ വായിക്കാം. എന്നിട്ട് ഞാൻ മറ്റേ ജയറാമിൻ്റെ സലീം കുമാറിനെ കാണാൻ, സലീം കുമാർ മരിച്ചു കിടക്കുന്നത് കാണാൻ, മരണപ്പെട്ട് കിടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ജയറാമിൻ്റെ ഒരു ഇതും കൂടെ ഞാൻ വെച്ച് തരാം. ഓക്കെ, അപ്പം ആകാശ് ഇട്ടേക്കുന്ന കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ സത്യമായിട്ടുമുള്ള കാര്യമാണ്. രാജസേനൻ്റെ ശാപമാണ് ജയറാമിനെ ഈ അവസ്ഥയിൽ ആക്കിയത്. വന്ന വഴി മറക്കരുത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയൊക്കെ അവരെ ഉയർച്ചയിൽ എത്തിച്ച സംവിധായകർക്ക് ഇന്നും ഡേറ്റ് കൊടുക്കുന്നവരാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ, പ്രിയദർശൻ ഇന്നും ഡേറ്റ് കൊടുക്കും. അതെ, പ്രിയദർശൻ്റെ ഒരു സിനിമ കൂടി ലാലേട്ടനെ വെച്ചുള്ള വരുന്നുണ്ട്. അത് ഞാൻ അതിൻ്റെ ഒരു ഇതിനെ കണ്ടായിരുന്നു. മമ്മൂട്ടി ജോഷിയുമായി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ജോഷി, സുരേഷ് ഗോപി, രഞ്ജി പണിക്കരുമായി സിനിമയും വരുന്നുണ്ട് 2027. തിരക്കഥയുടെ പണിപ്പുരയിലാണ് രഞ്ജി. ഒറ്റക്കൊമ്പന് ശേഷം സുരേഷ് ഗോപി ചെയ്യുന്ന സിനിമ അതായിരിക്കും. അടുത്ത കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റബീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇട്ടേക്കുന്ന ജയറാം പരമ ഡാഷ്. രാജസേനൻ എന്ന സംവിധായകൻ ഇല്ലെങ്കിൽ ജയറാം എന്ന നടൻ ഉണ്ടാകില്ല എന്ന് രാജസേനൻ സാറിനെ ഒഴിവാക്കിയോ അതോടെ ജയറാം എന്ന് രാജസേനൻ സാറിനെ ഒഴിവാക്കിയോ അന്ന് ജയറാം ധീം തരികടത്തും. അന്ന് ജയറാമിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം ഒരു പുള്ളിയുടെ ഒരു പീക്ക് ലെവൽ അവിടെ തീർന്നു എന്നാണ് പറയുന്നത്. ഒരു കമൻറ്റ് കൂടെ ഞാനിവിടെ വായിക്കാം. നേവിൽ കൃഷ്ണ ഇട്ടേക്കുന്നത് ഇയാൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസേനൻ ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ജയറാം നമുക്ക് അത്ര പ്രിയപ്പെട്ടവൻ ആകുമായിരുന്നു. കാരണം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ, മേലേപ്പറമ്പിൽ ആൺവീട്, അനിയൻ ബാവ, ചേട്ടൻ ബാവ, മലയാളി മാമന് വണക്കം, കടിഞ്ഞൂൽ കല്യാണം, ആദ്യത്തെ കൺമണി, ഞങ്ങൾ സന്തുഷ്ടരാണ്, ദിൽവാല രാജകുമാരൻ, അയലത്തെ അദ്ദേഹം, കഥാനായകൻ, അങ്ങനെ എത്രയാണ്. ശരിയാണ്, ഒരുപക്ഷെ മലയാളികൾക്ക്, കുടുംബ പ്രേക്ഷകർക്കൊക്കെ ജയറാമിനെ ഇത്രയേറെ പ്രിയപ്പെട്ടവനാക്കിയത് ഈ രാജസേനൻ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. നന്ദി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ, അത് ജീവിതത്തിൽ വേണം. അല്ലെങ്കിലുണ്ടെന്നറിയോ, വന്ന വഴി മറന്നു കഴിഞ്ഞുണ്ടല്ലോ, കട്ടയും പണവും ഇതുപോലെ തകർന്ന അരിപ്പണമായിട്ട് അവിടെ കിടക്കും. അതാണ് ജയറാമിൻ്റെ. ഇപ്പോൾ ജയറാമിൻ്റെ സിനിമയില്ല അല്ലേ? ഉള്ള സിനിമയെല്ലാം ഏതെങ്കിലും ഒരു സിനിമയായിട്ട് വന്നു കഴിഞ്ഞാൽ അതാ കിടക്കുന്നത്, ദീൻ തരികെടുത്തു. ഓക്കെ, ഇനി ഞാനിവിടെ ജയറാം നമ്മളെ സലീം കുമാറിനെ കാണാൻ വന്ന ഒരു വീഡിയോ കൂടെ വെച്ച് തരാം, നിങ്ങളത് കണ്ടു നോക്കേ. ഓക്കെ, ഇത് ജയറാമില്ല, ഞാൻ പറഞ്ഞല്ലോ അല്ല, കമൻറ്റുകൾ ആളുകൾ എടുത്തിട്ട് അങ്ങോട്ട് എയറിൽ കയറ്റിയതിന് ശേഷം ജയറാം ഒരു ചുമ്മാ കാണിക്കാൻ വേണ്ടി വന്നതുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് മുമ്പ് എത്ര സിനിമാ മേഖലയിൽ നിന്ന് എത്ര ആളുകൾ മരണപ്പെട്ടു, എന്നിട്ട് ജയറാം കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തിനു ശ്രീനിവാസൻ്റെ ആ ഒരു ഇത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ശ്രീനിവാസൻ എന്നൊരു വ്യക്തിയോടുകൂടി അത്രമാത്രം ജയറാം കടപ്പെടുന്നവനായിരിക്കണം അല്ലേ? അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശ്രീനിവാസൻ്റെ ഈ പറഞ്ഞിട്ടുള്ള കയ്യൊപ്പുകളിൽ ജയറാമിൻ്റെ സിനിമകൾ വന്നിട്ടില്ലേ? എത്ര സിനിമകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട സന്ദേശം ആ ഒരു സിനിമ മതി ജയറാമിനെ ജയറാം ആക്കിയെന്നുണ്ടെങ്കിൽ പറയാം.
അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.